എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചു. കേരളം ലജ്ജിച്ച് തലതാർത്തിയ ഒരു സംഭവമാണത്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാര് 3 പേര് MDMA വിൽക്കുന്നവരായി മാറി. നമ്മൾ ആലോചിക്കാം, മരണത്തിന്റെ വ്യാപാരികളായി ഈ അധ്യാപകർ മാറുന്നു. നമുക്ക് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട, കുട്ടികളെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട അധ്യാപകരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും അവരുടെ പേരിൽ കേസെടുക്കും, അവരുടെ പ്രോപ്പർട്ടികൾ കണ്ടെത്തും, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടുന്ന അധ്യാപകരാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കാരിയറായി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. 1 അല്ല 2 അല്ല 3 അധ്യാപകരാണ് ഇത്തരത്തിൽ അധ്യാപികമാർ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവരെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ സ്ത്രീകൾ, ഈ അധ്യാപികമാർ എന്ന് പറയുന്ന യുവതികൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലത്തോടെയാണ് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇടത് സംഘടനകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു കീർത്തനയും കാവ്യയും അറസ്റ്റിലായ 3 പേരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, സൂചനകൾ പുറത്തു വരികയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലും ഒന്നിനെയും പേടിക്കാതെ ഭയക്കാതെ മുന്നോട്ട് പോയിരുന്ന അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ തന്നെയായിരുന്നു എന്ന് ചുരുക്കം. എന്തായാലും ഇടത് സംഘടനകളുടെ രാഷ്ട്രീയ പിൻബലം ഇവർക്കുണ്ടായിരുന്നു എന്നതിന്റെ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടെ സംശയം വരികയാണ്. അതായത് വെറും 1 വർഷം മാത്രം നിയമന കാലാവധിയുള്ള താൽക്കാലിക ജോലി ആയിരുന്നിട്ട് പോലും ഒരേ സ്കൂളിൽ തന്നെ പല വർഷങ്ങളായി തുടരെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണവും ഈ പറയുന്ന രാഷ്ട്രീയ പിൻബലം തന്നെ എന്നുള്ള സംശയങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും വെറും 2 ഗ്രാം MDMA അടിസ്ഥാനത്തിലാണ് ഈ വലിയ കണ്ണികളിലേക്ക് പോലീസ് എത്തിയത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മാതൃകയാകേണ്ടുന്ന അധ്യാപകർ അവരുടെ ഭാവി തന്നെ തുളയ്ക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കേഡറുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെടെ MDMA കേസിൽ MDMA വിറ്റുകിട്ടിയ പണമെല്ലാം പോയത് ഒരു വ്യക്തിയിലേക്കാണ് എന്നുള്ള ഞെട്ടിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വയനാട് സ്വദേശിയായ ഈ യുവാവാണ് MDMA മൊത്ത വിതരണക്കാരനെന്നും ഇയാളുടെ ശൃംഖലയിലെ ചില കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നും പോലീസ് പറയുന്നു. അതായത് ഈ അറസ്റ്റിലായിരിക്കുന്ന 3 അധ്യാപികമാരും ഡിവോഴ്സികളാണ്. അവരുടെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ ഇത്തരത്തിലുള്ള പ്രധാന കണ്ണികൾ ഇരയാക്കിയത് അല്ലെങ്കിൽ മുതലെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പണം കിട്ടുന്നവരെ സുഖിച്ചു ജീവിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു താക്കീത് കൂടെയാണ് ഈ ഒരു സംഭവം. അതായത് നിങ്ങളെ മുൻനിരയിൽ നിർത്തി അറസ്റ്റിലാകുകയാണെങ്കിൽ നിങ്ങൾ മാത്രം പിടിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളെ പല ആളുകളും ഇത്തരം ലഹരി വിൽപ്പനയിലേക്ക് തള്ളിവിടുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ പറയുന്ന 3 യുവതികൾക്കും ഇനി രക്ഷയില്ല. മാധ്യമങ്ങളിലൊന്നാകെ, കേരളമൊട്ടാകെ അവരുടെ മുഖം ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. അത്രമാത്രം വൈറലാണ് ഈ ലഹരി മാഫിയ സംഘത്തിലെ അധ്യാപകരുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തെ ആശങ്കയിലാക്കിക്കൊണ്ട് അധ്യാപകരും ലഹരി മാഫിയ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആശങ്കയാണ് പോലീസിനുണ്ടായത്. കേരളം വിട്ട ഇതിന്റെ പ്രധാന കണ്ണി എവിടെയെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അറസ്റ്റിലായ ഇരിട്ടി കൂട്ടുപുഴ സ്വദേശി ജിജിൻ കുര്യാക്കോസ് കിട്ടിയ പണമെല്ലാം അയച്ചത് ആ നാട് വിട്ട അല്ലെങ്കിൽ പോലീസിന്റെ കണ്ണിൽ നിന്ന് ഓടി മറഞ്ഞ അയാളുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. QR കോഡിലേക്ക് പണം അയക്കാൻ അയാൾ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് വാടക അക്കൗണ്ടുകളാണെന്നാണ് നിലവിൽ പോലീസിന്റെ മറ്റൊരു സംശയം. നേരിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളും ലഭിക്കുന്നു. ഇത്തരത്തിൽ 1 കോടിയിലേറെ രൂപ
രൂപയാണ് ജിജിൻ അയച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അധ്യാപികമാർ MDMA ഇടപാടിലൂടെ ലഭിച്ച പണം അയച്ചു നൽകിയത് പ്രധാനമായും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ഇരിട്ടി കൂട്ടുപുഴ സ്വദേശി ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടാതെ മൊത്ത വിതരണക്കാരനെന്ന് സംശയിക്കുന്നയാൾക്കും പണം അയച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവും ഇപ്പോൾ പുറത്തുവരുന്നു. കാവ്യയുടെയും കീർത്തനയുടെയും അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും MDMA ഇടപാടിന്റെ പണമാണ്. വടകരയിൽ അറസ്റ്റിലായ സഫ്വാൻ എന്ന് പറയുന്ന യുവാവുമായി ബന്ധപ്പെട്ട് 5000 രൂപയാണ് കീർത്തനയ്ക്ക് അയച്ചിരുന്നത്. മൊത്ത വിതരണക്കാരനായ വയനാട് സ്വദേശിക്ക് കീഴിൽ ജിജിനിലെ അറസ്റ്റിലായ അധ്യാപികമാരെയും പോലെ MDMA ഇടപാടിന് വേറെയും കുറെ പേർ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇവരിലേക്ക് എത്താനാകൂ എന്നും പോലീസ് സൂചന നൽകുന്നു. MDMA മാഫിയ സമീപകാലത്തായി ഈ രീതിയിലാണ് ലഹരി വിൽപ്പനയ്ക്ക് സ്വീകരിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. MDMA ഉപയോഗിക്കുന്നവരിൽ വലിയൊരു വിഭാഗത്തെ ഇടനിലക്കാരാക്കുകയും അവരുടെ അക്കൗണ്ട് വഴി പണം സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥ മാഫിയ സംഘം തടിയിടുന്നതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. MDMAക്കായി അധ്യാപകരുടെയും ജിജിന്റെയും അക്കൗണ്ടിലേക്ക് പണം അയച്ചവരെ നിലവിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇവരുടെ എണ്ണമെടുത്ത് തീർന്നിട്ടില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു അക്കൗണ്ടിലേക്ക് മാത്രം 100-ൽ ഏറെ പേർ പണം അയച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതലും 2000 രൂപയോളമാണ്. 1000 രൂപ അയച്ചവരുമുണ്ട് എന്നാണ് കണക്കുകൾ. വടകര MDMA കേസിൽ അറസ്റ്റിലായ BRSലെ അധ്യാപികമാരുൾപ്പെടെയുള്ളവർ മയക്കുമരുന്ന് വ്യാപാരം നടത്തി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നും NDPS ആക്ട് പ്രകാരം കണ്ടുകെട്ടുമെന്നും കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കി. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന തരത്തിലാണ് എന്നും അറസ്റ്റിലായവരുടെ മാസശമ്പളം ഉപയോഗിച്ചല്ലാതെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതും ഇവരുടെ ജീവിത രീതികളെ കുറിച്ചും പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം സൂചന നൽകി. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അന്വേഷണം ആരംഭിച്ച ചുരുങ്ങിയ ദിവസങ്ങൾക്കകം 5 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇതിൽ 4 പേരുടെയും അക്കൗണ്ടിലേക്ക് 6 മാസത്തിനിടെ കോടികളുടെ ഇടപാടാണ് നടന്നത്. ചെറിയ ഇടപാടുകൾ മുതൽ വലിയ തുക വരെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കടക്കം ലഹരി നൽകുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം എവിടേക്കാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പിടിക്കപ്പെടാതിരിക്കാനായി ഇവർ വിദേശ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല ATM കാർഡിന്റെ ഉടമകളല്ലാത്തവർ കാർഡ് ഉപയോഗിച്ചതായും കണ്ടെത്തുന്നു. കേരളത്തിന് പുറത്തു നിന്നും പണം പിൻവലിച്ചിട്ടുണ്ടെന്ന അന്വേഷണം പുറത്തേക്കും വ്യാപിക്കേണ്ടി വരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. റൂറൽ SP മെറിൻ ജോസഫ്, വടകര DYSP KK സനൽകുമാർ, നാർക്കോട്ടിക് DYSP T ഉത്തംദാസ്, ഇൻസ്പെക്ടർ KV ദിനേശ് എന്നിവരും DIGയോടൊപ്പം ഉണ്ടായിരുന്നെന്നാണ് വിവരങ്ങൾ. അതേസമയം ഏറെ ചർച്ചയായിട്ടുള്ള ഈ വടകര MDMA കേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരകളായിട്ടില്ല എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം പുറത്തു വന്നു കഴിഞ്ഞു. 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേരാണ് ഇതിനകം തന്നെ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് സൂചന. ലക്ഷക്കണക്കിന് രൂപയാണ് അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നുമാണ് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക്, കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. കേസിൽ പിടിയിലായ ഡെലിവറി ബോയ് ആയി പ്രവർത്തിക്കുന്ന യുവാവ് മാത്രം 1 കോടിയിലേറെ രൂപയുടെ ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടത്തിവരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ടിന്റെ കീഴിൽ സ്വത്ത് കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും DIG വ്യക്തമാക്കി. അതേസമയം 6 മാസത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടാണ് കണ്ടെത്തിയത്. 2 ഗ്രാം MDMA മാത്രം പിടിച്ചെടുത്ത കേസിൽ നിന്നാണ് അന്വേഷണം ഇത്തരത്തിൽ വിപുലമായ കേസിലേക്ക് എത്തിയതെന്നത് ഓപ്പറേഷൻ തൂഫാനെ സംബന്ധിച്ച് വളരെയധികം ആത്മാഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം ചെറിയ കേസുകൾ പോലും വളരെ ഗൗരവത്തിലും വിലയിരുത്തുന്നതായിരുന്നു രീതി. അത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ലഹരി ശൃംഖലകളുടെ വിവരങ്ങളിലേക്ക് വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ എത്തുന്നത്. ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് 180 ദിവസം വരെ ലഭിക്കാറുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തിയതിന് കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാലാണ് ഇത്. പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. തുടരന്വേഷണത്തിൽ പ്രത്യേക പ്രതികളുടെ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ വിലയിരുത്തി നിയമ നടപടി സ്വീകരിക്കും. പിടിയിലായ ചില പ്രതികൾ
ചില വിദേശ നമ്പറുകളിൽ ബന്ധപ്പെട്ടു എന്ന സൂചനകളും പുറത്തുവരുന്നു. ആവശ്യമെങ്കിൽ ഈ നമ്പറുകൾ ഉപയോഗിച്ചവരെയും നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ചെറുപ്പക്കാരികളായിട്ടുള്ള 3 പേരെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഫാനിൽ നിന്ന് 2 ഗ്രാം MDMA പിടികൂടുന്നതോടുകൂടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിന് പിന്നാലെ സഫാനിൽ നിന്ന് ലഭിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാർ പിടിയിലായി. ശേഷം ചൊവ്വാഴ്ച പേരാമ്പ്ര BRSലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മ എന്ന് പറയുന്ന 30-കാരിയും വടകരയിലെ ഡെലിവറി ബോയായി ജോലി ചെയ്യുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന 23 വയസ്സുകാരനും പിടിയിലായി. കീർത്തനയുടെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 14 ലക്ഷം രൂപയുടെ, കാവ്യയുടെ അക്കൗണ്ടിൽ 6 മാസത്തിനിടെ 9 ലക്ഷം രൂപയുടെയും ഇടപാടുകൾ നടന്നെന്നാണ് വിവരം. നീഷ്മയുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായും കണ്ടെത്തുന്നു. അറസ്റ്റിലായ അധ്യാപികമാരിൽ കീർത്തന നടത്തി വന്ന ബൺ മസ്ക വിൽപ്പനയുടെ ഭാഗമായും ലഹരി വിൽപ്പന നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്.